നമസ്കാരം. 9 തലക്കെട്ടുകളുമായി ന്യൂസ് അപ്ഡേറ്റ്സ് ആരംഭിക്കുന്നു. ലീഗ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി രമേശ് ചെന്നിത്തല. തങ്ങൾമാർക്ക് വാനോളം പ്രശംസ. ബാബറി മസ്ജിദ് തകർത്ത കാര്യം, അതിന്റെ കനൽ കേരളത്തിൽ വീശാതിരുന്നതും അതിന്റെ പേരിൽ അക്രമങ്ങൾ നടക്കാതിരുന്നതും മഹാനായ പാണക്കാട് ശിഹാബ് തങ്ങളുടെ മഹനീയമായ നേതൃത്വം കേരളത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് എന്നെല്ലാവർക്കും അറിയാം. ലീഗുമായി ഒരിക്കലും അകൽച്ചയുണ്ടായിട്ടില്ലെന്ന് രമേശ് ചെന്നിത്തല ജാമിയ നൂരിയയുടെ സമ്മേളനത്തിൽ പങ്കെടുത്തു. മുഖ്യമന്ത്രിയെ തള്ളി ഗണേഷ് കുമാർ. ആചാരമാറ്റം തീരുമാനിക്കേണ്ടത് തന്ത്രി. ഓരോ സ്ഥലത്തെ ഇതാണ്, ഓരോ ക്ഷേത്രത്തിന് ആചാരങ്ങളുണ്ട്, അത് നിശ്ചയിക്കുന്ന ക്ഷേത്രത്തിന്റെ തന്ത്രിമാരാണ്. സമുദായങ്ങൾ തീരുമാനിക്കുന്നതാണ് നല്ലതെന്ന് വി.ഡി. സതീശൻ. സനാതന ധർമ്മത്തെ അവഹേളിക്കുന്നതിൽ നിന്ന് മുഖ്യമന്ത്രി പിന്തിരിയണമെന്ന് വി. മുരളീധരൻ. CPM എന്തിന് ക്ഷേത്രകാര്യങ്ങൾ അന്വേഷിക്കുന്നുവെന്ന് കെ. സുരേന്ദ്രൻ. കലൂർ സ്റ്റേഡിയത്തിലെ അപകടത്തിൽ വീഴ്ച സംബന്ധിച്ച് GCDA. സൈറ്റ് എഞ്ചിനീയർക്ക് സസ്പെൻഷൻ. വീഴ്ച പരിശോധിക്കാൻ കമ്മീഷൻ. എക്സിക്യൂട്ടീവ് യോഗത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. സംഘാടനത്തിൽ പിഴവുണ്ടായെന്ന് കൊച്ചി മേയർ. ഉമാ തോമസിനെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി. ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ വീണ്ടും നടപടി. പൊതുമരാമത്ത് വകുപ്പിലെ 31 പേരെ സസ്പെൻഡ് ചെയ്തു. കൈപ്പറ്റിയ തുക 18% പലിശ സഹിതം തിരിച്ചുപിടിക്കും. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തുടക്കം. കണ്ണ് നനയിച്ച് വെള്ളാർമല സ്കൂളിലെ കുട്ടികളുടെ നൃത്തം. പഴയ സ്ഥലത്ത് തന്നെ സ്കൂൾ ഉണ്ടാകുമെന്ന കുരുന്നുകൾക്ക് മുഖ്യമന്ത്രിയുടെ ഉറപ്പ്. വേദികളിലേക്ക് കലാപ്രേമികളുടെ ഒഴുക്ക്. പൂവച്ചലിൽ +2 വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടി. ഒരു വിദ്യാർത്ഥിക്ക് കുത്തേറ്റു. തിരുവനന്തപുരം മംഗലപുരത്ത് ലഹരി മാഫിയയുടെ ആക്രമണം. യുവാവിന് വെട്ടേറ്റു. ആക്രമണത്തിന് പിന്നിൽ കാപ്പ കേസ് പ്രതി. കണ്ണൂരിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ റിജിത്ത് കൊലക്കേസിലെ പ്രതികൾ കുറ്റക്കാർ. 9 RSS പ്രവർത്തകർക്കുള്ള ശിക്ഷാവിധി ചൊവ്വാഴ്ച. അഞ്ചലിൽ യുവതിയെയും ഇരട്ടക്കുട്ടികളെയും കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾ പിടിയിലായത് 19 വർഷത്തിന് ശേഷം. ബഹിരാകാശ റോബോട്ടിക്സ് രംഗത്ത് ചരിത്രമെഴുതി ഇന്ത്യ. റോബോട്ടിക് ആം പ്രവർത്തനക്ഷമമായി ഔദ്യോഗികമായി സ്ഥിരീകരിച്ച ISRO. വീഡിയോ പുറത്തുവിട്ടു. സിഡ്നി ടെസ്റ്റ് ആവേശകരമായ അന്ത്യത്തിലേക്ക്. രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യക്ക് 145 റൺസ് ലീഡ്. ആശങ്കയുയർത്തി ജസ്പ്രീത് ബുംറയുടെ പരിക്ക്. ബൌൾ ചെയ്യുമോ എന്നതിൽ അന്തിമ തീരുമാനം നാളെ. വിരമിക്കൽ അഭ്യൂഹം തള്ളി രോഹിത് ശർമ്മ. വാർത്തകളിലേക്ക് വിശദമായി. ജാമിയ നൂരിയയുടെ 60ാം വാർഷിക സമ്മേളനത്തിൽ പങ്കെടുത്ത രമേശ് ചെന്നിത്തല. MK മുനീറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഗരീബ് നവാസ് എന്ന സെഷൻ ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. പാണക്കാട് തങ്ങൾമാർ മതേതരത്വത്തിന് വേണ്ടി നിലനിന്നവരാണെന്ന് ചെന്നിത്തല പറഞ്ഞു. ഇവിടെ ബഹുമാനായ എന്റെ സുഹൃത്ത് മുനീർ ഇവിടെ പറഞ്ഞു ബാബറി മസ്ജിദ് തകർത്ത കാര്യം ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും ദുഃഖകരമായ ഒരു സംഭവമായിരുന്നു. ഉണ്ടാകാൻ പാടില്ലാത്തൊരു സംഭവമായിരുന്നു. അതിന്റെ കനൽ കേരളത്തിൽ വീശാതിരുന്നതും അതിന്റെ പേരിൽ അക്രമങ്ങൾ നടക്കാതിരുന്നതും മഹാനായ പാണക്കാട് ശിഹാബ് തങ്ങളുടെ മഹനീയമായ നേതൃത്വം കേരളത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് എന്നെല്ലാവർക്കും അറിയാം. സംഘർഷങ്ങളുടെ പാതയല്ല വേണ്ടത്, സമന്വയത്തിന്റെ പാതയാണ് എന്ന് മഹാനായ പാണക്കാട് സയ്യിദ് ശിഹാബ് തങ്ങൾ സ്വീകരിച്ച നിലപാട് കൊണ്ടായിരുന്നു അതുണ്ടായത്.
ഇന്നിപ്പോൾ രാജ്യത്ത് വളർന്നു വരുന്ന സംഘർഷങ്ങൾ എത്ര തെറ്റായുള്ളതാണ്. പാണക്കാട് കുടുംബത്തിന്റെ പാരമ്പര്യം സാധിക്കലി തങ്ങളും ഉയർത്തിപ്പിടിക്കുന്നുവെന്ന് ചെന്നിത്തല പറഞ്ഞു. ലീഗ് നേതൃത്വത്തെയും ചെന്നിത്തല വാനോളം പുകഴ്ത്തി. ലീഗ് നേതാക്കളുമായി ചെന്നിത്തല കൂടിക്കാഴ്ച നടത്തി. ലീഗുമായി ഒരിക്കലും അകൽച്ചയുണ്ടായിട്ടില്ലെന്നും ബന്ധം സുദൃഢമായി മുന്നോട്ടു പോകുമെന്നും ചെന്നിത്തല മാധ്യമങ്ങളോട് പറഞ്ഞു. എനിക്ക് അവരുമായിട്ട് ഒരകൽച്ചയുണ്ടായിട്ടില്ല ഇന്ന് വരെ. ഇല്ല ലീഗുമായി രാഷ്ട്രീയ രംഗത്ത് ഞാൻ ഉള്ളിടത്തോളം കാലം ഒരകൽച്ച എനിക്കുണ്ടായിട്ടില്ല. ശിഹാബ് തങ്ങളുടെ കാലം മുതൽ ഇതുവരെ, സാദിഖലി തങ്ങളുടെ കാലം വരെ ഉള്ള ഈ കാലഘട്ടത്തിൽ ഏറ്റവും നല്ല ബന്ധം ആണ് എനിക്കുള്ളത്. അതൊരിക്കലും ആ ബന്ധം ഇല്ലാതാകില്ല. ആ ബന്ധം സുദൃഢമായി തന്നെ മുന്നോട്ട് പോകും. മത്സരിച്ച് മതസാമുദായിക യോഗങ്ങളിൽ പങ്കെടുക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും. UDF ജയിച്ചാൽ മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിട്ടുള്ള ശക്തി സമാഹരിക്കലാണ് ഇതിന് പിന്നിലെന്നാണ് വിലയിരുത്തൽ. സമുദായ പരിപാടികൾ പങ്കെടുക്കുന്നതിനെ മറ്റൊന്നുമായും കൂട്ടിക്കെട്ടേണ്ടതില്ലെന്നാണ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ഒരുപോലെ പറയുന്നത്. അത് കോൺഗ്രസിനുള്ള അംഗീകാരമാണെന്നാണ് ഇരുവരുടെയും വാദം. എല്ലാ സമുദായങ്ങളുമായും എല്ലാ സമുദായ നേതാക്കന്മാരുമായിട്ടും എനിക്ക് നല്ല ബന്ധമാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ചർച്ച ഇപ്പോൾ പ്രിമച്വറാണ്. ഇപ്പൊ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. അതിനൊക്കെ സംവിധാനങ്ങളുണ്ട്. പാർട്ടി ഹൈക്കമാൻഡും മറ്റു കാര്യങ്ങളും ഉണ്ട്. അവരാണ് ഇതെല്ലാം തീരുമാനിക്കേണ്ടത്. അപ്പോഴും മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക ഹൈക്കമാൻഡാണെന്ന് കൂടി പറഞ്ഞു വെക്കുന്നുണ്ട് ചെന്നിത്തല. മന്നം ജയന്തി പൊതുസമ്മേളന ഉദ്ഘാടനത്തിന് പിന്നാലെ മലപ്പുറം പട്ടിക്കാട് ജാമിയ നൂരിയയുടെ 60ാം വാർഷിക സമ്മേളനത്തിൽ ചെന്നിത്തല ഇന്ന് പങ്കെടുക്കും. മുസ്ലിം ലീഗ് നിയന്ത്രണത്തിലുള്ള സ്ഥാപനമാണ് ജാമിയ നൂരിയ എന്നതാണ് ഇതിലെ രാഷ്ട്രീയ കൗതുകം. എന്നാൽ ഇതിൽ രാഷ്ട്രീയമൊന്നുമില്ലെന്നാണ് ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയുടെ വിശദീകരണം. രമേശ് ചെന്നിത്തല കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ പ്രതിപക്ഷ നേതാവ് VD സതീശനായിരുന്നു നമ്മളെ സമ്മേളനത്തിൽ. ഇപ്രാവശ്യം ഞങ്ങൾ രമേശ് ചെന്നിത്തല വിളിച്ചു എന്നുള്ളത് ഒഴിച്ചാൽ വേറെ നിങ്ങളെ കാണുന്ന ഒരു പൊളിറ്റിക്സും ഇല്ല. എല്ലാത്തിനും രാഷ്ട്രീയം പൊളിറ്റിക്സും ഇല്ലെന്നർത്ഥം. മൊത്തത്തില് ഞങ്ങളെ എല്ലാവർക്കും വേണ്ടി ഒരു കാലാണ് വരാൻ പോണേ. സമുദായ നേതാക്കന്മാരോട് നല്ല ബന്ധം സ്ഥാപിക്കാനാണ് എല്ലാ നേതാക്കന്മാരോടും പറഞ്ഞിട്ടുള്ളതെന്നായിരുന്നു വി ഡി സതീശന്റെ പ്രതികരണം. ഒപ്പം തന്നെ മർത്തോമ സഭയും ഓർത്തഡോക്സ് സഭയും ക്ഷണിച്ചതും സതീശൻ പ്രത്യേകം ഓർമ്മിപ്പിച്ചു. ഇപ്പോൾ ഞാനിവിടെ റാന്നി വരെ വന്നു ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു ദേവാലയത്തിൻ്റെ, മാർത്തോമ സഭയുടെ കീഴിലുള്ളൊരു ദേവാലയത്തിൻ്റെ പ്ലാറ്റിനം ജൂബിലിയുടെ സമാപന സമ്മേളനമാണ്. ഞാനത് വലിയ പ്രിവിലേജായിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ ഇപ്പം നാളെ കോട്ടയം ഭദ്രാസനത്തിൻ്റെ ഓർത്തഡോക്സ് സഭയുടെ ഭദ്രാസന ദിനമാണ്. മുഖ്യാതിഥിയായിട്ട് പുതുപ്പള്ളി പള്ളിയിലേക്ക് എന്നെയാണ് ക്ഷണിച്ചിരിക്കുന്നത്. രമേശ് ചെന്നിത്തലയെ NSSന്റെ പരിപാടിക്ക് ക്ഷണിച്ചു. നേതാക്കളുടെ ഈ പരസ്യ മത്സരത്തോട് വിയോജിക്കുന്നവരും മത്സരിച്ചാണെങ്കിലും പരമാവധി സാമുദായിക നേതാക്കളുമായി ബന്ധം സ്ഥാപിക്കുന്നത് കോൺഗ്രസിന് നേട്ടമാകുമെന്ന് കരുതുന്നവരും പാർട്ടിയിലുണ്ട്. പൊളിറ്റിക്കൽ ബ്യൂറോ, ന്യൂസ് 18. കോൺഗ്രസിനെ തോൽപ്പിക്കുന്നത് കോൺഗ്രസുകാരെന്ന് KPCC അധ്യക്ഷൻ K സുധാകരനോട് ബസേലിയസ് മാർ ക്ലീമീസ് കാതോലിക്ക ബാവ. നാമഹേതു തിരുനാളിനോട് അനുബന്ധിച്ച് ആശംസ അറിയിക്കാൻ എത്തിയപ്പോഴാണ് കർദിനാളിന്റെ പരാമർശം. ഒരു കാര്യം മാത്രം സാർ വന്നുകൊണ്ട് പറയാം. കോൺഗ്രസിനെ ജയിപ്പിക്കുന്നത് എല്ലാവരും ചേർന്നാണ്. കോൺഗ്രസിനെ തോൽപ്പിക്കുന്നു എങ്കിൽ അത് കോൺഗ്രസ്സുകാർ മാത്രമാണ്. അതാണ് അതിൻ്റെ പരമാർത്ഥം എന്നുള്ളത് ഞാൻ ഈ പള്ളിയിൽ വെച്ച് പറഞ്ഞുകൊണ്ട് സാറിൻ്റെ സാന്നിധ്യത്തിന് പ്രത്യേകം നന്ദി പറയും. മുഖ്യമന്ത്രിക്ക് പിന്നാലെ CPM നേതാക്കളും ശിവഗിരി പ്രസംഗം ഏറ്റെടുത്തതോടെ സനാതനധർമ്മ പ്രസ്താവന രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ മുഖ്യ ചർച്ചയായി. മുഖ്യമന്ത്രിയുടെ പ്രസ്താവന സംഘപരിവാർ ആയുധമാക്കുന്നത് മുന്നിൽ കണ്ടാണ് കോൺഗ്രസ് നിലപാടെടുക്കുന്നത്. ഇതിനിടെ ഇക്കാര്യത്തിൽ മന്ത്രിസഭാംഗങ്ങൾക്കിടയിലുള്ള ഭിന്നതയും പരസ്യമായി. മുഖ്യമന്ത്രിക്ക് പിന്നാലെ CPM നേതാക്കളും ശിവഗിരി പ്രസംഗം ഏറ്റെടുക്കുകയാണ്. ഇക്കാര്യത്തിൽ കരുതലോടെയാണ് കോൺഗ്രസ് നീക്കം. മുഖ്യമന്ത്രിയും നേതാക്കളും പറയുന്നത് അജ്ഞത കൊണ്ടാണെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ നിലപാട്. CPM നേതാക്കളുടെ പ്രസ്താവന ഫലത്തിൽ BJPക്ക് ആയുധം നൽകലാണെന്നാണ് കോൺഗ്രസ് നിലപാട്. സനാതനധർമ്മം അശ്ലീലമാണെന്നുള്ള ME ഗോവിന്ദന്റെ പ്രസ്താവന അജ്ഞതയും ഈ സനാതനധർമ്മം എന്ന് പറയുന്ന നമ്മുടെ സാംസ്കാരിക പൈതൃകത്തെ സംഘപരിവാറിന്റെ പറമ്പിൽ കൊണ്ടുപോയി കെട്ടാൻ വേണ്ടിയിട്ടുള്ള ഗൂഢനീക്കവുമാണ്. BJP ആവട്ടെ കടുത്ത നീക്കത്തിലാണ്. സനാതനധർമ്മത്തെ അവഹേളിക്കുന്ന ശ്രമങ്ങളിൽ നിന്നും മുഖ്യമന്ത്രി പിന്തിരിയണമെന്ന് മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ. മുഖ്യമന്ത്രി അദ്ദേഹത്തിന് അറിയുന്ന വിഷയങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയണം. അദ്ദേഹം ആരെങ്കിലും എഴുതി കൊടുക്കുന്നത് അതേപടി ആവർത്തിക്കുന്നതിന് പകരം അദ്ദേഹം അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ മതി. അദ്ദേഹം അറിയാത്ത കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ പോട്ടെ. കാരണം
ഒരു ക്ഷേത്രത്തിലെ ആചാരം എന്താണ്, എങ്ങനെയാണ് എന്നുള്ളത് അവിടുത്തെ പ്രതിഷ്ഠയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഷർട്ട് ധരിച്ചും ക്ഷേത്രങ്ങളിൽ പ്രവേശനം അനുവദിക്കണമെന്ന പ്രസ്താവന ഇടതുമുന്നണിയിൽ തന്നെ വലിയ ആശയക്കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ നിലപാട് മന്ത്രിസഭാംഗം കൂടിയായ ഗണേഷ് കുമാർ തള്ളി. ഇതൊക്കെ ഓരോ സ്ഥലത്തെ ഇതാണ്. ഓരോ ക്ഷേത്രത്തിന് ആചാരങ്ങളുണ്ട്. അത് നിശ്ചയിക്കുന്ന ആ ക്ഷേത്രത്തിന്റെ തന്ത്രിമാരാണ്. അപ്പോൾ ഭരണാധികാരികൾക്ക് അങ്ങനെ ഒരു മാറ്റം ആവശ്യമുണ്ടെങ്കിൽ തന്ത്രികളുമായി ചർച്ച ചെയ്ത് തന്ത്രിയുടെ അനുമതി വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ദേവപ്രശ്നം വെച്ച് നോക്കിയിട്ടോ, ഇതാണ് ഹിന്ദു ക്ഷേത്രങ്ങളിലെ ആചാരം. മുഖ്യമന്ത്രിയുടെ ശിവഗിരി പ്രസ്താവനയെ തുടർന്നുണ്ടാവുന്ന വിവാദം BJP രാഷ്ട്രീയമായി ഉപയോഗിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് കോൺഗ്രസ് നീങ്ങുന്നത്. CPM സമ്മേളന വേദികളിൽ വിവാദം കൂടുതൽ ചർച്ച ചെയ്യപ്പെടാനും സാധ്യതയുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. BJP സംസ്ഥാന അധ്യക്ഷൻ ആരാകും എന്നതിൽ ചൂടുപിടിച്ച ചർച്ചയും അനിശ്ചിതത്വവും. കെ സുരേന്ദ്രൻ ഒഴിയുമോ എന്നതിൽ വ്യക്തതയില്ല. സുരേന്ദ്രൻ തൽസ്ഥാനത്ത് തുടരുന്നതിനെ കൃഷ്ണദാസ് വിഭാഗം അതിശക്തമായി എതിർക്കുന്നു. കെ സുരേന്ദ്രൻ തുടരും. ശോഭാ സുരേന്ദ്രൻ, MD രമേശ്, രാജീവ് ചന്ദ്രശേഖർ ഇവരിൽ ഒരാൾ പ്രസിഡന്റാകും. ഈ സാധ്യതകളാണ് നിലവിൽ. സുരേന്ദ്രൻ മാറിയാൽ ശോഭയുടെ പേരിനാണ് നിലവിൽ മേൽക്കൈ. സമീപകാല തിരഞ്ഞെടുപ്പുകളിൽ BJPക്ക് വോട്ട് വിഹിതം കൂടി. തൃശൂരിൽ ജയിച്ചു. സുരേന്ദ്രന് അനുകൂലമായ ഘടകങ്ങൾ പലതുണ്ട്. എന്നാൽ സുരേന്ദ്രനെ മാറ്റിയേ മതിയാകൂ എന്ന ഉറച്ച നിലപാടിലാണ് കൃഷ്ണദാസ് വിഭാഗം. സുരേന്ദ്രൻ തുടർന്നേക്കുമെന്ന സൂചന ഉണ്ടായപ്പോൾ തന്നെ കേന്ദ്ര നിരീക്ഷകൻ വിളിച്ചു ചേർത്ത ഓൺലൈൻ യോഗത്തിൽ നിന്ന് കൃഷ്ണദാസ് പക്ഷ നേതാക്കൾ ഇറങ്ങിപ്പോയിരുന്നു. BJP ലക്ഷ്യമിടുന്ന സാമുദായിക സമവാക്യം പരിഗണിച്ചാൽ ശോഭാ സുരേന്ദ്രനാണ് സാധ്യത. എന്നാൽ ശോഭയ്ക്ക് എതിരാണ് വലിയൊരു വിഭാഗം നേതാക്കൾ. അങ്ങനെ വന്നാൽ MD രമേശ്, രാജീവ് ചന്ദ്രശേഖർ എന്നിവരുടെ പേരുകളാണ് പരിഗണനയിൽ. മണ്ഡലം പ്രസിഡന്റുമാരുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കം തുടരുകയാണ്. സംസ്ഥാന വരണാധികാരി നാരായണൻ നമ്പൂതിരിയെ കൊല്ലത്ത് നേതാക്കൾ തടഞ്ഞുവെക്കുകയും വരണാധികാരിക്കെതിരെ കൃഷ്ണദാസ് വിഭാഗം പരാതി നൽകുകയും ചെയ്തിരുന്നു. ഇഷ്ടക്കാരെ തിരികെ കയറ്റുന്നു എന്നാണ് ആരോപണം. 2019 മുതൽ ദേശീയ അധ്യക്ഷ സ്ഥാനത്ത് തുടരുന്ന JP നദ്ദയ്ക്ക് പകരം ഫെബ്രുവരിയിൽ പുതിയ അധ്യക്ഷൻ വരും. അതിനു മുൻപ് എല്ലാ സംസ്ഥാനങ്ങളിലും അധ്യക്ഷ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കും. VV വിനോദ്, ന്യൂസ് 18, തിരുവനന്തപുരം. ഉമാ തോമസ് MLAയുടെ അപകടത്തിനിടയാക്കിയ നൃത്ത പരിപാടി വിവാദത്തിൽ വീഴ്ച സംബന്ധിച്ച് GCDA കൃത്യമായി പരിശോധന നടത്താത്ത സൈറ്റ് എഞ്ചിനീയറെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. വീഴ്ച പരിശോധിക്കാൻ GCDA സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ കമ്മീഷനെ നിയോഗിച്ചു. GCDA എക്സിക്യൂട്ടീവ് യോഗത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തള്ളിക്കയറി പ്രതിഷേധിച്ചു. ഉമാ തോമസ് MLA സ്റ്റേജിൽ നിന്ന് വീണ് പരിക്കേറ്റ സംഭവത്തിൽ GCDAക്കെതിരെ ആരോപണം ഉയർന്നതിനിടെ വീഴ്ച സമ്മതിച്ചിരിക്കുകയാണ് ചെയർമാൻ ചന്ദ്രൻപിള്ള. പരിശോധന നടത്താത്ത അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ SS ഉഷയെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. വീഴ്ച പരിശോധിക്കാൻ GCDA സെക്രട്ടറി നീതു വിജയനാഥിന്റെ നേതൃത്വത്തിൽ കമ്മീഷനെ നിയോഗിച്ചു. മൃദംഗഭൂഷന്റെ ഭാഗത്തു നിന്ന് ഈ നൃത്തപരിപാടിയുടെ സംഘാടനത്തിൽ ഗുരുതരമായ പിഴവുകളുണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിലേക്ക് എത്തിച്ചേർന്ന സാഹചര്യങ്ങൾ സംബന്ധിച്ചൊരു വിശദമായ അന്വേഷണം നടത്താൻ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനിച്ചു. വളരെ വിശദമായൊരു എഗ്രിമെൻ്റ് GCDA ഒപ്പുവച്ചിരുന്നത് ഞങ്ങൾ അപകടം നടന്നതിന് ശേഷമുള്ള മണിക്കൂറുകൾ തന്നെ പുറത്തുവിട്ടിരുന്നു. GCDAയുടെ ഭാഗത്തു നിന്ന് കരാറിൽ പറഞ്ഞ കാര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിനകത്ത് വേണ്ടത്ര ജാഗ്രതയോടുകൂടി ഒരു അന്വേഷണം വന്നില്ല എന്നുള്ളത് ഞങ്ങൾ കണ്ടു. അങ്ങനെ കണ്ടതിനെ തുടർന്ന് ഞങ്ങളുടെ സൈറ്റ് എഞ്ചിനീയർ ആ ചുമതല നിർവഹിക്കേണ്ടത് വേണ്ടത്ര നിർവഹിച്ചു എന്നുള്ള കാര്യം വിശദമായി പരിശോധിക്കുമ്പോൾ തന്നെ അവരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാനും തീരുമാനിച്ചു. ഭാവിയിലും ഇത്തരം പരിപാടികൾക്ക് സ്റ്റേഡിയം വിട്ടുനൽകാനാണ് GCDAയുടെ തീരുമാനം. എന്നാൽ നൃത്തപരിപാടിക്ക് അനുമതി നൽകിയ യോഗത്തിൽ താൻ പങ്കെടുത്തില്ലെന്ന് മേയർ M. അനിൽകുമാർ വ്യക്തമാക്കി. സംഘാടനത്തിൽ പിഴവുണ്ടെന്നും മേയർ ആവർത്തിച്ചു. ഗവൺമെന്റ് അന്വേഷണത്തിന്റെ ഫൈനൽ റിപ്പോർട്ട് വരാതെ അതിൽ പോലീസ് ഇൻവോൾവ് ആണല്ലോ. അതിനുശേഷമല്ലേ സമാന്തരമായി മറ്റൊരു ഏജൻസിക്ക് വിജിലൻസിന്റെ അന്വേഷണത്തിന് സാങ്കത്യമുള്ളൂ. അപ്പോൾ അത് ആവശ്യപ്പെടാൻ അവർക്ക് അവകാശമുണ്ട്. പക്ഷേ നിയമപരമായി ഓരോ അന്വേഷണങ്ങൾക്കും അതിൻ്റെതായ പ്രത്യേകതകളുണ്ടല്ലോ. ഏതായാലും ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തീർച്ചയായും GCDA എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഈ കാര്യങ്ങളെല്ലാം പരിശോധിക്കുകയാണ് ചെയ്യും. വിഷയം ചർച്ച ചെയ്യാൻ ചേർന്ന യോഗത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തള്ളിക്കയറി. GCDA ചെയർമാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മുദ്രാവാക്യം വിളിച്ചു പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കായികേതര ആവശ്യത്തിന് സ്റ്റേഡിയം വിട്ടുനൽകുന്നത് വഴിവിട്ട നീക്കത്തിലൂടെയാണെന്നാരോപിച്ച് കൊച്ചി സ്വദേശി ആഗസ്റ്റിൻ വിജിലൻസിന് പരാതി നൽകി. ന്യൂസ് 18 കൊച്ചി. കലൂരിൽ നൃത്തപരിപാടിക്കിടെ ഗ്യാലറിയിൽ നിന്ന് വീണ് പരിക്കേറ്റ ഉമാ തോമസിന്റെ ആരോഗ്യനിലയിൽ പുരോഗതി. ഉമാ തോമസിനെ വെന്റിലേറ്ററിൽ നിന്നും മാറ്റി തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരും. ഡോക്ടർമാരോടും ബന്ധുക്കളോടും ഉമാ തോമസ് സംസാരിച്ചു. വ്യായാമത്തിന്റെ ഭാഗമായി പേപ്പറിൽ എഴുതിയെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. വീടിന്റെ നവീകരണത്തെക്കുറിച്ചാണ് ഉമാ തോമസ് പേപ്പറിൽ കുറിച്ചത്.
വാരിക്കൂട്ടണം എല്ലാ സാധനങ്ങളും എന്നാണ് ഉമാ തോമസ് എഴുതിയത്. വാടക വീട്ടിൽ നിന്ന് എല്ലാ സാധനങ്ങളും എടുക്കാൻ ശ്രദ്ധിക്കണമെന്ന് മലയാളത്തിലും ഇംഗ്ലീഷിലുമായാണ് ഉമാ തോമസ് എഴുതിയത്. കൊച്ചിയിൽ ഫ്ലവർ ഷോയ്ക്കിടെ യുവതി വീണ് പരിക്കേറ്റ സംഭവത്തിൽ കേസെടുത്തു. GCDAയ്ക്കും ജില്ലാ ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിക്കുമെതിരെയാണ് കേസെടുത്തത്. പരിക്കേറ്റ ബിന്ദുവിന്റെ ഭർത്താവ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ്. പെൻഷൻ തട്ടിപ്പിൽ പൊതുമരാമത്ത് വകുപ്പിൽ നടപടി. 31 പേരെ സസ്പെൻഡ് ചെയ്തു. പാർട്ട് ടൈം സ്വീപ്പർ, ഓവർസിയർ, കുക്ക്, ഗാർഡനർ തുടങ്ങിയ തസ്തികകളിലുള്ളവരാണ് സസ്പെൻഷനിലായത്. ഇവരിൽ നിന്ന് കൈപ്പറ്റിയ തുക 18% പലിശ സഹിതം ഈടാക്കും. പൊതുമരാമത്ത് വകുപ്പ് ഭരണവിഭാഗം ചീഫ് എഞ്ചിനീയറുടെ കാര്യാലയമാണ് നടപടിയെടുത്തത്. അനന്തപുരിയിൽ അരങ്ങുണർന്നു. അനന്തകല കേരള സ്കൂൾ കലോത്സവം പവർഡ് ബൈ GTech കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. നമ്മുടെ ഭാവിയാണ്, സോ നോ കോംപ്രമൈസ്. GTech ഇൻ അസോസിയേഷൻ വിത്ത് മിൽമ, രുചിയേറും നിമിഷങ്ങൾ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരുവനന്തപുരത്ത് തിരിതെളിഞ്ഞു. കേരളത്തിന്റെ സാംസ്കാരിക തനിമ വിളിച്ചോതിയ സംഘനൃത്തത്തോടെയായിരുന്നു 63ാം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ തുടക്കം. കൽവിളക്കിൽ തിരിതെളിയിച്ച് മുഖ്യമന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചു. മനുഷ്യരാശിക്ക് നഷ്ടമാകുന്ന നന്മ കലയിലൂടെ വീണ്ടെടുക്കാനാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സ്കൂൾ വിദ്യാഭ്യാസ കാലം അവസാനിക്കുന്നതോടെ കല അവസാനിപ്പിക്കുന്ന വലിയ വിഭാഗമുണ്ട്. ഇത് ഗൗരവമായി ചർച്ച ചെയ്യണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഉദ്ഘാടനവേദിയിലെ ആദ്യത്തെ കലാപ്രകടനം പക്ഷേ കാഴ്ചക്കാരുടെ കണ്ണു നനയ്ക്കുന്നതായിരുന്നു. ഉരുൾപൊട്ടലിൽ ഒരു നാട് മുഴുവൻ ഒലിച്ചുപോയ ചൂരൽമല മുണ്ടക്കൈ മേഖലയിലെ കുട്ടികൾ അവതരിപ്പിച്ച സംഘനൃത്തം. വെള്ളാർമല സ്കൂളിലെ കുട്ടികൾ അവരുടെ ദുരന്ത കഥ തന്നെയാണ് അവതരിപ്പിച്ചത്. ഈ ചുവടുകൾ പ്രതീക്ഷയുടേതാണ്, അതിജീവനമാണ്, കുഞ്ഞു മനസ്സുകളുടെ കരുത്താണ്. നേരിട്ട മഹാദുരന്തത്തിന്റെ ദൃശ്യാവിഷ്കാരമായിരുന്നു വെള്ളാർമല സ്കൂളിലെ കുട്ടികളുടെ നൃത്തത്തിന്റെ ഇതിവൃത്തം. കാഴ്ച ഹൃദയത്തിൽ രക്തം കിനിക്കുന്നതായി, നൊമ്പരമായി, കണ്ണുകളിൽ ഉരുൾപൊട്ടലായി. പ്രാണരക്ഷാർത്ഥമോടി മഴയിൽ തളർന്നു വീണവരെ കാരുണ്യത്തോടെ നോക്കിയ കാട്ടുകൊമ്പനും വേദിയിൽ സ്നേഹത്തിന്റെ പ്രതീകം. ന്യൂസ് 18 തിരുവനന്തപുരം. ഉരുൾപൊട്ടലിൽ തകർന്ന തങ്ങളുടെ സ്കൂൾ പഴയ സ്ഥലത്ത് തന്നെ വേണമെന്ന് വെള്ളാർമല സ്കൂളിലെ കുട്ടികൾ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു. നിങ്ങളുടെ സ്കൂൾ നല്ല സ്കൂളെന്നും അത് അവിടെ തന്നെ ഉണ്ടാകുമെന്നും കുട്ടികൾക്ക് മുഖ്യമന്ത്രി ഉറപ്പു നൽകി. കലോത്സവത്തിൽ അതിജീവന നൃത്തം അവതരിപ്പിച്ച കുട്ടികളെ കാണാൻ മുഖ്യമന്ത്രി എത്തിയപ്പോഴായിരുന്നു അഭ്യർത്ഥന. ഇനി കലോത്സവത്തിലെ പോയിന്റ് നില നോക്കാം. 159 പോയിന്റുമായി തൃശൂരാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. കോഴിക്കോട് 155 പോയിന്റുമായി തൊട്ടു പിന്നാലെ. കണ്ണൂരിനും 155 പോയിന്റാണുള്ളത്. ആലപ്പുഴ 147, പാലക്കാട് 147 പോയിന്റുമായി 4ഉം 5ഉം സ്ഥാനത്ത്. ഒരേ പോയിന്റോടുകൂടി ആലപ്പുഴയും പാലക്കാടും തുടരുന്നു.
അനന്തകല കേരള സ്കൂൾ കലോത്സവം പവർഡ് ബൈ ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. നമ്മുടെ ഭാവിയാണ്, സോ നോ കോംപ്രമൈസ്. ജിടെക് ഇൻ അസോസിയേഷൻ വിത്ത് മിൽമ, രുചിയേറും നിമിഷങ്ങൾ. പാലക്കാട് വല്ലപ്പുഴയിൽ നിന്ന് കാണാതായ 15-കാരിയെ കണ്ടെത്തി. ഗോവയിൽ നിന്നാണ് കുട്ടിയെ കണ്ടെത്തിയത്. കുട്ടി ഗോവ പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഇപ്പോഴുള്ളത്. കാണാതായി 5 ദിവസത്തിന് ശേഷമാണ് കുട്ടിയെ കണ്ടെത്തുന്നത്. തിരുവനന്തപുരത്ത് സ്കൂൾ വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടി. +2 വിദ്യാർത്ഥിക്ക് കുത്തേറ്റു. പൂവച്ചൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥി അസ്ലമിനാണ് കുത്തേറ്റത്. +1 വിദ്യാർത്ഥികളായ 4 പേർ ചേർന്നാണ് അക്രമം നടത്തിയത്. പൂവച്ചൽ ബാങ്ക് നട ജംഗ്ഷനിൽ വെച്ചാണ് സംഭവം. ഗുരുതരമായി പരിക്കേറ്റ അസ്ലമിനെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. 1 മാസം മുൻപ് സ്കൂളിലെ +1 വിദ്യാർത്ഥികളും +2 വിദ്യാർത്ഥികളും തമ്മിൽ അക്രമം നടന്നിരുന്നു. പ്രധാന അധ്യാപിക ഉൾപ്പെടെയുള്ളവർക്ക് ഈ അക്രമത്തിൽ പരിക്കേറ്റിരുന്നു. അതിന്റെ തുടർച്ചയാണ് ഇന്നത്തെ സംഭവമെന്നാണ് പോലീസ് പറയുന്നത്. തിരുവനന്തപുരം മംഗലപുരത്ത് ലഹരി മാഫിയയുടെ ആക്രമണത്തിൽ യുവാവിന് വെട്ടേറ്റു. കബറടി സ്വദേശി നൌഫലിനാണ് വെട്ടേറ്റത്. ബൈക്കിലെത്തിയ കാപ്പാക്കേസ് പ്രതികളായ ഷഹീൻ, അഷ്റഫ് എന്നിവർ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ നൌഫൽ തൊട്ടടുത്ത കടയിലേക്ക് ഓടിക്കയറി. പിന്തുടർന്നെത്തിയ അക്രമികൾ കടയ്ക്കകത്ത് കയറി വെട്ടുകയായിരുന്നു. കൈക്കും കാലിനും ഗുരുതരമായി പരിക്കേറ്റ നൌഫലിനെ വെഞ്ഞാറമൂട് സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിരുവനന്തപുരം കഴക്കൂട്ടം റോഡിൽ കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച അപകടം. MGM സ്കൂളിന് മുമ്പിലാണ് അപകടമുണ്ടായത്. ഓട്ടോ ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കണ്ണൂർ കണ്ണപുരത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ രുജിത്തിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ മുഴുവൻ പ്രതികളും കുറ്റക്കാർ. RSS BJP പ്രവർത്തകരായ 9 പേരാണ് പ്രതികൾ. ശിക്ഷ ജനുവരി 7 വിധിക്കും. 19 വർഷത്തിന് ശേഷമാണ് കേസിൽ കോടതിയുടെ വിധി. RSS പ്രവർത്തകരായ VV സുധാകരൻ, KT ജയേഷ്, CP രഞ്ജിത്ത്, PP അജീന്ദ്രൻ, AV അനിൽ, VV ശ്രീകാന്ത്, VV ശ്രീജിത്ത്, PP രാജേഷ്, TV ഭാസ്കർ എന്നിവർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി. പ്രതികളിൽ ഒരാളായ KT അജേഷ് മരിച്ചു. ചൊവ്വാഴ്ച കോടതി ശിക്ഷ വിധിക്കും. തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത്. വിധിയറിഞ്ഞ് റിജിത്തിന്റെ അമ്മ പൊട്ടിക്കരഞ്ഞു. വിധിയിൽ ആശ്വാസമെന്ന് റിജിത്തിന്റെ സഹോദരി. '2005 ഒക്ടോബർ 3 കൊലപാതകം. സുഹൃത്തുക്കളോടൊപ്പം നടന്നുവരവെ ചുണ്ട തച്ചൻകണ്ടി ക്ഷേത്രത്തിനടുത്തു വച്ച് മാരകായുധങ്ങളുമായി ആക്രമിക്കുകയായിരുന്നു. റിജിത്തിനൊപ്പമുണ്ടായിരുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകരായ നികേഷ്, വികാസ്, വിമൽ എന്നിവർക്കും വെട്ടേറ്റിരുന്നു. 28 സാക്ഷികളെയാണ് വിസ്തരിച്ചത്. 59 രേഖകൾ, 50 തൊണ്ടിമുതലുകൾ തുടങ്ങിയവയും പ്രോസിക്യൂഷൻ കോടതിക്ക് മുൻപാകെ ഹാജരാക്കി. ന്യൂസ് 18 കണ്ണൂർ. കൊല്ലം അഞ്ചലിൽ യുവതിയെയും ഇരട്ടക്കുട്ടികളെയും കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾ പിടിയിൽ. കൊലപാതകം നടന്ന് 19 വർഷത്തിന് ശേഷമാണ് പ്രതികൾ പിടിയിലാകുന്നത്. പോണ്ടിച്ചേരിയിൽ നിന്നാണ് 2 പ്രതികളെയും CBI പിടികൂടിയത്. അഞ്ചൽ സ്വദേശി ദിബിൽ കുമാർ, കണ്ണൂർ സ്വദേശി രാജേഷ് എന്നിവരാണ് പിടിയിലായത്. ഇന്ത്യൻ ആർമിയിൽ ജോലി ചെയ്യുകയായിരുന്ന ഇവർ സംഭവത്തിന് പിന്നാലെ ഒളിവിൽ പോവുകയായിരുന്നു. പ്രതികളെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് 2 ലക്ഷം രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിരുന്നു. പ്രതികളെ ഈ മാസം 18 വരെ റിമാൻഡ് ചെയ്തു. ബഹിരാകാശ റോബോട്ടിക്സ് രംഗത്ത് ചരിത്രമെഴുതി ഇന്ത്യ. സ്പേഡെക്സ് ദൌത്യത്തിനൊപ്പം ഇന്ത്യ അയച്ച റോബോട്ടിക് ആം പ്രവർത്തനക്ഷമമായി. ബഹിരാകാശത്ത് റോബോട്ടിക് സംവിധാനം വിന്യസിക്കുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്ന അജയ്യരുടെ പട്ടികയിലേക്ക് ഇതോടെ ഇന്ത്യയും എത്തി. റോബോട്ടിക് ആം പ്രവർത്തനക്ഷമമായ വിവരം ISRO ഔദ്യോഗിക X അക്കൗണ്ടിലൂടെയാണ് പുറത്തുവിട്ടത്. ഇന്ത്യയുടെ ആദ്യ സ്പേസ് റോബോട്ടിക് ആം എന്ന വിശേഷണത്തോടെയാണ് യന്ത്രക്കൈയുടെ വീഡിയോ ISRO പുറത്തുവിട്ടത്. ISROയുടെ തിരുവനന്തപുരത്തെ IISUവിലാണ് യന്ത്രക്കൈ വികസിപ്പിച്ചത്. ബഹിരാകാശത്ത് വസ്തുക്കളുടെ സ്ഥാനം മാറ്റാനും അറ്റകുറ്റപ്പണികൾക്കുമായാണ് യന്ത്രക്കൈ ഉപയോഗിക്കുന്നത്. തമിഴ്നാട്ടിലെ സാത്തൂരിൽ പടക്ക നിർമ്മാണശാലയിലെ സ്ഫോടനത്തിൽ 6 മരണം, 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇന്ന് രാവിലെയാണ് പൊട്ടിത്തെറിയുണ്ടായത്. പടക്ക നിർമ്മാണത്തിന്റെ ഭാഗമായി രാസവസ്തുക്കൾ കലർത്തുന്ന പ്രക്രിയയ്ക്കിടെയാണ് സ്ഫോടനമുണ്ടായത്. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ 3 ഷെഡുകൾ തകർന്നു. പടക്ക നിർമ്മാണശാലയുടെ ലൈസൻസ് റദ്ദാക്കി ഉടമയ്ക്കെതിരെ കേസെടുത്തു. സ്ഫോടനത്തിന് ശേഷം ഇയാൾ ഒളിവിലാണ്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് 29 പേരുടെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ട് BJP. 70 അംഗ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ന്യൂഡൽഹി മണ്ഡലത്തിലെ മുൻ
ന്യൂഡൽഹി മണ്ഡലത്തിൽ മുൻ മുഖ്യമന്ത്രിയും AAP നേതാവുമായ അരവിന്ദ് കെജ്രിവാളിനെതിരെ മുൻ MP കൂടിയായ പർവേഷ് വർമ്മ മത്സരിക്കും. മറ്റൊരു മുൻ MP രമേശ് ബിധുരി കൽക്കാജിയിൽ നിന്ന് ജനവിധി തേടും. ഇവിടെ മുഖ്യമന്ത്രി അതിഷിയെ നേരിടാനാണ് ബിധുരിയെ BJP നിയോഗിച്ചിരിക്കുന്നത്. ചൈനയിലെ വൈറസ് വ്യാപനത്തെ കരുതലോടെ നിരീക്ഷിക്കുന്നുണ്ടെന്ന് സംസ്ഥാന ആരോഗ്യവകുപ്പ്. നിലവിൽ ആശങ്കപ്പെടാനില്ലെങ്കിലും ശ്വാസകോശ അണുബാധയുടെ കാര്യത്തിൽ പൊതുവായി ജാഗ്രത പുലർത്തണമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു. സിഡ്നി ക്രിക്കറ്റ് ടെസ്റ്റിൽ രണ്ടാം ഇന്നിംഗ്സിലും ഇന്ത്യയ്ക്ക് ബാറ്റിംഗ് തകർച്ച. രണ്ടാം ദിനം കളി അവസാനിക്കുമ്പോൾ 6-ന് 141 റൺസ് എന്ന നിലയിലാണ് ഇന്ത്യ. 8 റൺസുമായി രവീന്ദ്ര ജഡേജയും 6 റൺസുമായി വാഷിംഗ്ടൺ സുന്ദറുമാണ് ക്രീസിൽ. ഒരു ഘട്ടത്തിൽ 4-ന് 78 എന്ന നിലയിൽ തകർന്ന ഇന്ത്യയെ ഋഷഭ് പന്ത് അതിവേഗ അർദ്ധ സെഞ്ചുറിയോടെ കൂട്ടത്തകർച്ചയിൽ നിന്ന് കരകയറ്റി. വിരമിക്കൽ അഭ്യൂഹങ്ങൾ തള്ളി രോഹിത് ശർമ്മ. വിരമിക്കൽ തീരുമാനിക്കുന്നത് മാധ്യമപ്രവർത്തകരല്ലെന്ന് രോഹിത് ശർമ്മ പ്രതികരിച്ചു. ഫോമിൽ അല്ലാത്തതിനാലാണ് താൻ പിന്മാറിയതെന്നും രോഹിത് പറഞ്ഞു. നേരത്തെ സിഡ്നി ടെസ്റ്റിൽ രോഹിത് ശർമ്മയെ കളിപ്പിക്കാത്തതിനെ വിമർശിച്ച് നവ്ജോത് സിംഗ് സിദ്ധു രംഗത്തു വന്നിരുന്നു. മൃഗങ്ങളോടും റിലയൻസ് ഫൗണ്ടേഷന്റെ മൃഗസംരക്ഷണ പദ്ധതി വന്താരയോടുമുള്ള തന്റെ സ്നേഹത്തെക്കുറിച്ച് വാചാലനായി റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെ ഡയറക്ടർ അനന്ത് അംബാനി. ജാംനഗർ റിഫൈനറിയുടെ 25ാം വാർഷികാഘോഷത്തിൽ ജീവനക്കാരെ അഭിസംബോധന ചെയ്യവെയായിരുന്നു അനന്ത് അംബാനിയുടെ പ്രതികരണം. ജാംനഗറിനെക്കുറിച്ചുള്ള തന്റെ പിതാവിന്റെ സ്വപ്നങ്ങൾ നിറവേറ്റുമെന്നും അദ്ദേഹം വാഗ്ദാനം ചെയ്തു. मेरे परम पूज्य दादाजी श्री धीरूभाई अंबानी ने एक सपना देखा था. एक ऐसी रिफाइनरी का निर्माण करना चाहते थे जो पूरे विश्व में सर्वश्रेष्ठ हो. 25 साल पहले दादाजी के जीवन काल में मेरे पिताजी श्री मुकेश भाई ने धीरूभाई अंबानी का इस सपना को पूरा कर दिया. आज मैं आभारी हूँ. आभार इस बात का है कि मुझे ऐसे 2 महापुरुषों का अमूल्य विरासत मिली है. आज के इस पावन दिन पर मैं संकल्प करता हूँ और मेरे पिताजी को वचन देता हूँ कि मैं जामनगर से जुड़े हुए सभी सपनों को साकार करके दिखाऊंगा. और एक बात, जिस तरीके से मेरे माताजी ने मुझे पशु पक्षी से प्रेम करना सिखाया, उसी तरह वंतारा से प्रेरणा लेकर आप सभी जीव जंतु से प्यार करना, यही मेरा आपसे विनती है. वंतारा ने यह साबित कर दिया है कि रिलायंस पशु पक्षी की भी उतना ही ख्याल रखते हैं जितना मनुष्य का ख्याल रखते हैं. वंतारा रिलायंस के वी केयर फिलॉसफी का जीता जागता उदाहरण है. मुझे पूरा विश्वास है 25 साल बाद जब भारत के स्वतंत्र के शताब्दी मनाई जाएगी, जामनगर के गरिमा और गौरव को हम सब मिलकर आसमान की नई ऊंचाइयों तक ले जाएंगे. ആയുർവേദം പഠിക്കാൻ 7.5 വർഷത്തെ കോഴ്സ് ഇക്കൊല്ലം മുതൽ നമ്മുടെ നാട്ടിലുമുണ്ടാകും. അതിന്റെ മാതൃകയാണ് ആയുർവേദാലയം പ്രദർശനത്തിലൂടെ ശാന്തിഗിരി ഒരുക്കിയിരിക്കുന്നതെന്ന് കേരള ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്മൽ പറഞ്ഞു. ശാന്തിഗിരി ഫെസ്റ്റിൽ പാലക്കാട് ശാന്തിഗിരി ആയുർവേദ മെഡിക്കൽ കോളേജിന്റെയും ശാന്തിഗിരി ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ആയുർവേദാലയത്തിന്റെ പ്രദർശനോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.